നമസ്കാരമുണ്ട്. നമ്മളെ ഇന്റഗ്രേഷനിലെ 3 ട്രിക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 3 ട്രിക്കുകൾ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് കൊണ്ട് ചെയ്യുന്ന 3 ട്രിക്കുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 ട്രിക്കുകൾ. ഒറ്റടിക്ക് നമുക്ക് ഒരു 10 എത്ര ചോദ്യം കഴിഞ്ഞ മക്കളെ ഒരു 10-11 ചോദ്യം ടക്കടക്ക എന്ന് പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ട്രിക്കിലേക്ക് കിടക്കട്ടെ. ഇതാണ് ട്രിക്ക്. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡിഎക്സ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നായിരിക്കും വരിക. പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. അതായത് അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഉത്തരം എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് അടിയിലുള്ളതാണ്. അതാണ് കഥ. അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ മോഡിൽ വന്ന ലോഗ് ഓഫ് അടിയിലുള്ളത് ഇത്രയുള്ള പരിപാടി. അപ്പൊ നോക്കി നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിഫറൻസിയേഷൻ ആണ് 2x ഡിഫറൻസിയേഷൻ പറഞ്ഞാ. അപ്പൊ ആരാണ് മക്കളെ അതിന്റെ ഉത്തരം? ഒറ്റടിക്ക് പഠിക്കുന്നത് ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഇത്രയുള്ളോ? ഇവിടെ നോക്കി നിങ്ങൾ 2 + 3x + x². അതിന്റെ ഡിഫറൻസിയേഷൻ 2 ചെയ്യുമ്പോൾ 0, 3x ചെയ്യുമ്പോൾ 3, x² ചെയ്യുമ്പോൾ 2x. അപ്പൊ ഉത്തരം ആരാ? ലോഗ് മോഡ് 2 + 3x + x² + c. ഇവിടെ നോക്കി നിങ്ങൾ അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ ആരാ? x⁻n ന്റെ nx⁻n - 1 അവിടെ n ഇല്ല അല്ലെ. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിൽ ഒരു 1/n ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ മുകളിലായില്ലേ? 10 ചെയ്യുമ്പോൾ 0 ആണല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് വരും അറിയോ? 1/n ലോഗ് മോഡ് x⁻n + 10 എന്ന് എഴുതാം പ്ലസ് സി. ഇവിടെ നോക്കിയേ 1 + e⁻x മോഡ് e⁻x dx. അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ ആരാ മക്കളെ? 1 ചെയ്യുമ്പോൾ 0, e⁻x ചെയ്യുമ്പോൾ e⁻x തന്നെ dx. അപ്പൊ ഉത്തരം ആരാ? ലോഗ് മോഡ് 1 + e⁻x + c. സീരിയൽ മക്കളെ സിമ്പിൾ പരിപാടി. ഇതാണ് ട്രിക്ക്. അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ മോഡിൽ വന്ന ലോഗ് മോഡ് അടിയിലുള്ളത്. ഓക്കെ അല്ലെ? ഇനി അടുത്തുണ്ടോ ട്രിക്ക് നമ്പർ 2. ട്രിക്ക് നമ്പർ 2 എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ റേസ് ടു n ഉണ്ട്, അതിന്റെ ഡിഫറൻസിയേഷനും ഗുണിച്ചു വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ റേസ് ടു n + 1 ഡിവൈഡ് ബൈ n + 1 ഉത്തരം എഴുതാം. ഓക്കെ അല്ലെ? അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ മക്കളെ sin x റേസ് ടു 10x × cos x dx. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം അല്ലെ. sin x ഓൾ റേസ് ടു 10 എഴുതാം. അതിന്റെ ഡിഫറൻസിയേഷൻ ആണ് cos x. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് ചെയ്താൽ മക്കളെ? ഒറ്റടിക്ക് ട്രിക്ക് പ്രകാരം sin x ഓൾ റേസ് ടു 11 ഡിവൈഡ് ബൈ 11 പ്ലസ് c എഴുതാം. അതിനെ sin റേസ് ടു 11x ഡിവൈഡ് ബൈ 11 എഴുതാം. അതുപോലെ ഇവിടെ നോക്കിയ മക്കളെ ഇത് പരീക്ഷ ചോദിച്ചാട്ടാ കഴിഞ്ഞ തവണ sin x ഹോൾ ക്യൂബ് ഇൻറ്റു അതിന്റെ ഡിഫറൻസിയേഷൻ അല്ലേ 1 ഡിവൈഡ് ബൈ √1 - x². sin x ന്റെ ഡിഫറൻസിയേഷൻ ആണ് 1 ഡിവൈഡ് ബൈ √1 - x². അപ്പൊ ഒറ്റടിക്ക് ഉത്തരം sin inverse x all raised to 4/4 plus c എഴുതാം. സീനില്ല. അതുപോലെ ഇവിടെ 1 + log x ന്റെ ഡിഫറൻസിയേഷൻ ആണ് 1/x അല്ലേ. അപ്പൊ ഉത്തരം ഒറ്റടിക്ക് നമുക്ക് എഴുതാം 1 + log x all ഘാതം 5/5 plus c എഴുതാം. ഇനി ഇവിടെ നോക്കുമ്പോ പെട്ടെന്നൊന്നും തത്തൂല കേട്ടാ. നമ്മൾ നോക്കിയ മക്കളെ x ന്റെ ഡിഫറൻസിയേഷൻ 1, log x ന്റെ ആരാ? 1/x. അപ്പൊ x + 1/x ഗുണിക്കുമ്പോ ആരാ? നമുക്ക് അന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിരിക്കേ. സോറി, x ന്റെ 1 + 1/x ഗുണിക്കുമ്പോ ആരാ മക്കളെ? x + 1 ഡിവൈഡ് ബൈ x അല്ലേ. അതല്ല ഈ സാധനം. അതായത് ഇതിന്റെ ഡിഫറൻസിയേഷൻ ആണ് ഇത്. അപ്പൊ ഒറ്റടിക്ക് ഉത്തരം എന്താ മക്കളെ? നമുക്ക് x + log x all cube by 3 plus c എഴുതാം. സംശയമില്ല. ഇതാണ് സാധനം ഫംഗ്ഷൻ റേസ് ടു n ഇൻറ്റു അതിന്റെ ഡിഫറൻസിയേഷൻ വിളിച്ചു വന്ന ഫംഗ്ഷൻ റേസ് ടു n + 1 ഡിവൈഡ് ബൈ n + 1 എഴുതാം. ഇനി അടുത്ത കേട്ടാ മോളില് f'(x) അടിയിൽ √f(x). ഇവിടെ റൂട്ട് ഇല്ല, ഇവിടെ √f(x). അങ്ങനെ വന്ന ഒറ്റടിക്ക് ഉത്തരം 2 × √f(x) ആയിരിക്കും ഉത്തരം. എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ 1 + sin x അതിന്റെ ഡിഫറൻസിയേഷൻ 1 ചെയ്യുമ്പോൾ 0, sin x ചെയ്യുമ്പോൾ cos x അല്ലെ. അപ്പൊ ഒറ്റടിക്ക് ഉത്തരം 2 × √1 + sin x + c എഴുതാം. ഇവിടെ c² dx ഡിവൈഡ് ബൈ √tan x. നമുക്കറിയാം tan x ന്റെ ഡിഫറൻസിയേഷൻ ആരാണ്? c² x ആണ് നമുക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഒറ്റടിക്ക് 2 × √tan x + c എഴുതാം. ഇവിടെ നോക്കിക്കോട്ടാ, ഇത് കാണുമ്പോ വലിയ ജാങ്കൊക്കെ പോലൊക്കെ തോന്നും, പക്ഷെ സിമ്പിൾ പരിപാടിയാണ്. x² + 3x + 10 അതിന്റെ ഡിഫറൻസിയേഷൻ ആരാ? 2x + 3 + 0. അപ്പൊ ഒറ്റടിക്ക് ഉത്തരം ഏതാ? 2 × x² + 3x + 10 + c. സംശയമില്ല മക്കളെ. ഇതാണ് ഈ 3 ട്രിക്ക്. ഈ 3 ട്രിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ ഇന്റഗ്രേഷനിലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ.